CUET ക്രാക്ക് ചെയ്ത് ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പരിചയപ്പെട്ടു വെക്കേണ്ട ഒരു പേരാണ് GAT അഥവാ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ GAT അഥവാ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്? നമ്മൾ CUET എക്സാമിനെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 1 ലാംഗ്വേജും, സെക്ഷൻ 2 ഡൊമൈൻ സബ്ജക്റ്റും, സെക്ഷൻ 3 GAT അഥവാ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. എന്താണ് ഈ മൂന്ന് സെക്ഷൻ? സെക്ഷൻ 1 എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. ദർ വിൽ ബി 13 സബ്ജക്ട്സ്, ഏകദേശം 13ഓളം ലാംഗ്വേജസ് ഉണ്ടാകും. അതിലൊരാളെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മോസ്റ്റ് പ്രോബബ്ലി കൂടുതൽ കുട്ടികളും ഇംഗ്ലീഷൊക്കെയാണ് ഓപ്റ്റ് ചെയ്യാറുള്ളത്. കാരണം നമ്മൾ മലയാളമൊക്കെ ഉണ്ടെങ്കിൽ കൂടി മലയാളത്തിൻ്റെ ഒക്കെ ഗ്രാമർ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പരിപാടിയാണ്. ഡൊമൈൻ സബ്ജക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്ത ഏരിയാസ് ആണ്. ദർ വിൽ ബി 23 ഡൊമൈൻ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്കണോമിക്സ് പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്കണോമിക്സോ മാത്സോ ഒക്കെ ഓപ്റ്റ് ചെയ്യാം. അല്ല സയൻസ് പഠിച്ച ഒരാളാണെങ്കിൽ ഫിസിക്സോ കെമിസ്ട്രിയോ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ ഒരു പാർട്ടാണ് GAT അഥവാ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പല കുട്ടികളും ഡിഫിക്കൽട്ട് ആണെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യുന്ന, എന്നാൽ വളരെ എളുപ്പത്തിൽ മാർക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് GAT എന്ന് പറയുന്നത്. പല യൂണിവേഴ്സിറ്റികളും GAT എന്ത് ചെയ്യുന്നുണ്ട്? മാൻഡേറ്ററി ആയിട്ട് വെച്ചിട്ടുണ്ട്, മാൻഡേറ്ററി കണ്ടീഷനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി എഴുതുന്ന സമയത്ത് പലപ്പോഴും ഈ 3 സെക്ഷനും അയാൾക്ക് എക്സാമിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജിനെ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളുണ്ട് എന്നുള്ളത് തീരുമാനിക്കപ്പെടാം. അപ്പോൾ ഈ GAT എന്ന് പറയുന്ന ഭാഗം എന്തുകൊണ്ടാണ് ഡിഫിക്കൽട്ട് അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്, അവിടെ നമ്മൾ പഠിച്ച സിലബസിനേക്കാൾ ഉപരി മെമ്മറൈസ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജനറൽ അവയർനെസ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും GATയിലൂടെ ചെക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ GAT എന്ന് പറയുന്ന പേപ്പറിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 ഭാഗങ്ങളാക്കി തിരിക്കാൻ വേണ്ടി പറ്റും. GATയിൽ നമുക്ക് പ്രധാനമായി ഉണ്ടാകുന്ന 3 ഭാഗങ്ങളാണ്. ഒന്നാമത്തത് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്, ലോജിക്കൽ റീസണിങ്. രണ്ടാമത്തെ ഭാഗം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. മൂന്നാമത്തെ ഭാഗം ജനറൽ അവയർനെസ് ആണ്. അപ്പോൾ ഈ വലിയ പേരുകൾ എന്തോ കേട്ട പോലെ നിങ്ങൾ ഞെട്ടേണ്ട യാതൊരു ആവശ്യമില്ല, വളരെ ഈസിയാണ്. ഈ ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ ജനറൽ അവയർനെസ്സിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം, പേഴ്സൻറ്റേജ്, ആവറേജ്, അതുപോലെ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, ജോമെട്രി, ടൈം ആൻഡ് വർക്ക്, റേഷ്യോ, ഇത്തരത്തിൽ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഏരിയയിൽ നിന്ന് വരാറുള്ളത്. ഓക്കെ, ഒരു പക്ക മാത്സ് റിലേറ്റഡ് ഏരിയ. എങ്കിൽ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതിനേക്കാൾ ഉപരി നമ്മളുടെ ലോജിക്ക് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ലാറ്ററൽ തിങ്കിങ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യേണ്ട കോഡിങ്, ഡീകോഡിങ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അല്ലെങ്കിൽ അനലോജി, ക്ലാസിഫിക്കേഷൻ, സീരീസസ്, അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻസ്, ഡയറക്ഷൻസ്, ആൽഫബറ്റ് ടെസ്റ്റ്, ഇത്തരത്തിലുള്ള ഏരിയാസ്, ഇത്തരത്തിൽ നമ്മുടെ മെൻ്റൽ എബിലിറ്റി വെച്ച് സോൾവ് ചെയ്യേണ്ട ഏരിയാസ് ഉള്ള ഭാഗമാണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ പാർട്ടായിട്ടുള്ള ജനറൽ അവയർനെസ്സിൽ GKയും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും, അല്ലെങ്കിൽ നമുക്ക് ഈ രീതിക്ക് പറയാം സ്റ്റാറ്റിക് GKയും അതുപോലെ തന്നെ ഡൈനാമിക് GKയും. എന്താണ് ഈ സ്റ്റാറ്റിക് GKയും ഡൈനാമിക് GKയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഫിക്സഡ് ആയിട്ടുള്ള ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും പൊളിറ്റിക്സിലും എക്കണോമിക്സിലൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതാണ് നമ്മുടെ സ്റ്റാറ്റിക് GK എന്ന് പറയുന്നത്. ആൻഡ് കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന, മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന GKs ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ ഇപ്പോൾ ചോദിച്ചാലും 5 വർഷം കഴിഞ്ഞ് ചോദിച്ചാലും ചിലപ്പം എന്ത് ചെയ്യാം, ആളുകൾ മാറാം. അല്ലെങ്കിൽ കേരള CM ആരാന്ന് ചോദിച്ചാൽ ഇപ്പം ചോദിക്കുന്നു, അപ്പുറം 5 വർഷത്തിനപ്പുറം ചോദിക്കുന്നതൊക്കെ മാറ്റം ഉണ്ടാവില്ലേ, ആ രീതിക്കുള്ള ഏരിയയാണ് ഡൈനാമിക് GK എന്ന് പറയുന്നത്. ആ രീതിയിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഫാക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടും കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെയും എവിടെ നിന്നുണ്ടായിരിക്കും? നമുക്ക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുന്ന ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 3 പാർട്ടും കറക്റ്റായിട്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ GAT എന്ന് പറയുന്ന പേപ്പറിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബട്ട് ജനറലി എല്ലാ കുട്ടികളും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇഗ്നോറിങ് GAT ആൻഡ് സ്റ്റാർട്ടിങ് ലേറ്റ് ആണ്. സബ്ജക്റ്റുകളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് GAT എന്ന് പറയുന്ന ഭാഗത്തെ ഇഗ്നോർ ചെയ്ത് വെക്കുന്നു. ആൻഡ് അവസാനം മാത്രം എന്ത് ചെയ്യുന്നു? അത് പ്രിപ്പയർ ചെയ്താൽ തുടങ്ങും. ലാസ്റ്റ് ഒരു മാസമൊക്കെ ആയിരിക്കും മിക്കവാറും ആളുകൾ GATയിലേക്ക് എന്ത് ചെയ്യുക, എൻട്രി പോലും ചെയ്യുന്നുണ്ടാവുക. ആൻഡ് നോട്ട് പ്രാക്ടീസിങ് മാത്സ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ 2 രീതിക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മാത്സ് ഏരിയ ഉണ്ട്, ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഏരിയ ഉണ്ട്. ഇതൊക്കെയും നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ്, നല്ല രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ്. അപ്പോൾ ഈ മാത്സും അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാണ്ട് വെറുതെ വായിച്ചു പോവുക എന്നുള്ളതും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും. ആൻഡ് സ്കിപ്പിംഗ് PYQs ആൻഡ് നോ മോക്ക് ടെസ്റ്റ്. ഈ പറയപ്പെട്ട ലോജിക്കൽ റീസണിങ്ങിൻ്റെയും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പ്രത്യേകത
പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് PYQs ഒക്കെ റെഫർ ചെയ്യാനുള്ള ഒരുപാട് സോഴ്സസ് ഉണ്ട്. അത്തരത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ പഠിച്ചത് എത്രത്തോളം ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കലാണ് കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായ കോൺസെപ്റ്റുകൾ പഠിച്ച് കൃത്യമായ ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിലൂടെ കൂടുതൽ PYQs ഒക്കെ റെഫർ ചെയ്ത് മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ ഈ GAT എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല യൂണിവേഴ്സിറ്റികളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റർ ചെയ്യാനും കൂടി വേണ്ടി പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ CUT ആസ്പിറൻസ് ആയിട്ടുള്ള എല്ലാ മക്കളും നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഇനി നിങ്ങളുടെ ലിസ്റ്റിൽ ഈ GAT എന്ന് പറയുന്ന ഒരു പേര് കൂടി കൃത്യമായിട്ടുണ്ടാവണം.